ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീ ശങ്കരൻ പൂർണ്ണ അവതാരങ്ങളായ രാമകൃഷ്ണന്മാരുടെ ജീവിതചരിത്രം എങ്ങനെയെങ്കിൽ ശ്രീ ശങ്കരാദികളെ പോലുള്ള പുണ്യാത്മാക്കളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കാം. നന്ന ചെറുപ്പത്തിലെ പിതാവിന്റെ മരണം, അമ്മയ്ക്ക് മകനും മകന് അമ്മയും മാത്രം തുണ. ഈ അവസ്ഥയിലാണ് കൊച്ചു ശങ്കരൻ അമ്മയെ ഒറ്റയ്ക്കാക്കി ജ്ഞാനാർജനത്തിനു വേണ്ടി സന്യസിക്കുന്നത്. നിരാലംബയായ അമ്മയെ ഇട്ടിട്ട് പോകുന്നത് ഒരു ബാലന് സന്തോഷമുള്ള സംഭവമാണോ? കേരളം മുതൽ മധ്യപ്രദേശിലെ നർമ്മദാ തീരത്തുള്ള തന്റെ ഗുരുസന്നിധി വരെ ബാലശങ്കരന്റെ പദയാത്ര, പിന്നീട് സനാതന ധർമ്മ പ്രചാരണത്തിനു വേണ്ടിയുള്ള കഠിന പ്രയത്നം, ഇതിനിടയിൽ മാതൃവിയോഗം. ആ ശരീരം ദഹിപ്പിക്കാൻ പോലും അന്നത്തെ സമുദായ പ്രമാണിമാർ സഹകരിച്ചില്ല. അമ്മയുടെ ശരീരവും വെച്ച് നിസ്സഹായനായിരിക്കുന്ന ആ യുവാവിനെ ഭാവന ചെയ്യൂ. പക്ഷേ തന്റെ ആത്മബലത്താൽ ശങ്കരൻ അവയൊക്കെ നേരിട്ടു. പിന്നീട് ധർമ്മപ്രചാരണത്തിനിടയിൽ നേരിടേണ്ടി വന്ന ഭീകരമായ എതിർപ്പുകൾ, അഭിചാര പ്രയോഗങ്ങൾ, ഒരു ഘട്ടത്തിൽ കാപാലിക മത നേതാവിന്റെ വാൾത്തല ശങ്കരന്റെ ഘടം ഛേദിക്കാൻ ശ്രമിച്ചതും ചരിത്രം. ശങ്കരന്റെ ഭൗതിക ജീവിതം സുഖകരമായിരുന്നുവോ? ആഭിചാര പ്രയോഗത്താൽ രോഗപീഡിതനായി ക്ലേശം അനുഭവിക്കുന്ന ശങ്കരനെ നാം കാണുന്നില്ലേ? 32 വയസ്സിനകം ഭാരതം മുഴുവൻ ധർമ്മപ്രചാരണം നടത്തി ഒരൊറ്റ കുടക്കീഴിൽ ഭാരതത്തെ കൊണ്ടുവന്ന ശ്രീശങ്കരൻ എന്തേ ഭൗതിക പ്രശ്നങ്ങളെ തന്റെ പരമവൈഭവം കൊണ്ട് നേരിടാതിരുന്നത്? അന്നത്തെ എത്രയോ രാജാക്കന്മാർ ശ്രീശങ്കരന്റെ ഒരു കടാക്ഷത്തിനായി കാത്തുനിന്നു. അവരോടൊന്നും അദ്ദേഹം സഹായം ചോദിച്ചില്ലല്ലോ. പുണ്യാത്മാക്കൾ അതിനൊന്നും വന്നവരല്ല. ഇഹലോക ജീവിതം അനിത്യവും അസുഖം നിറഞ്ഞതാണെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ലോകം ശരിയാക്കുക എന്ന പാഴ്പണിക്ക് ഒരു മഹാപുരുഷനും ഒരുമ്പിടാറുമില്ല. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക ക്ലേശങ്ങൾ അവരുടെ വില ഇടിക്കാറുമില്ല. ഭൗതിക ജീവിതത്തിലെ അളവുകോലുകൊണ്ട് അവരെ അളക്കാനും സാധ്യമല്ല. ശ്രീബുദ്ധൻ കൊട്ടാരത്തിൽ രാജകുമാരനായി ജനനം, ശുദ്ധോധന മഹാരാജാവിന്റെയും മഹാമായാദേവിയുടെയും ഓമനപുത്രൻ. പക്ഷേ കുഞ്ഞു ജനിച്ചതിന്റെ 7ാം നാൾ അമ്മ മരിച്ചു. മഹാരാജാവിന്റെ 2ാം ഭാര്യ ഗൗതമിയാണ് പിന്നീട് സിദ്ധാർത്ഥനെ വളർത്തിയത്. അതുകൊണ്ട് ഗൗതമബുദ്ധൻ എന്ന പേര്. അസിത മഹർഷി കുട്ടിയെ കണ്ടപ്പോഴേ പറഞ്ഞു, ഈ കുഞ്ഞ് ലോകഗുരുവാവും, ഇവൻ ലോകത്തിന് വിളക്കാണ്. അച്ഛൻ പേടിച്ചുപോയി. ഒരേ ഒരു കുഞ്ഞ്, നാളെ രാജ്യം ഭരിക്കേണ്ടവൻ, അവൻ സന്യാസിയായി പോയാലോ? അതുകൊണ്ട് ദുഃഖവും ക്ലേശവും കാണാതെ കേൾപ്പിക്കാതെ കാഞ്ചനക്കൂട്ടിലിട്ടാണ് പിതാവ് പുത്രനെ വളർത്തിയത്. സന്യസിച്ചു പോകരുതല്ലോ. അതിസുന്ദരിയായ യശോദരയെ നന്ന ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഒരു പുത്രനും ഉണ്ടായി. ഒരു യാത്രക്കിടയിലാണ് സിദ്ധാർത്ഥ രാജകുമാരൻ ലോകത്തിലെ ദുഃഖത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിന്റെ പരിഹാരം തേടി സമൃദ്ധമായ ഭൗതിക സുഖവും സുന്ദരിയായ ഭാര്യയെയും 1 വയസ്സായ ഓമനക്കുഞ്ഞിനെയും ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ രാവിന്റെ മറവിൽ കൊട്ടാരം വിട്ടിറങ്ങി. ജ്ഞാനോദയത്തിനു ശേഷവും ബുദ്ധൻ നടന്ന വഴികൾ സുഖകരമായിരുന്നില്ല. പരിഹാസം, നിന്ദ. എത്രയോ പ്രാവശ്യം ശ്രീബുദ്ധന്റെ ജീവന് ഭീഷണി ഉയർന്നു. വൈശാലിയിൽ നിന്ന് കുശിനാരയിലേക്കുള്ള യാത്രാമധ്യേ കുന്ദൻ എന്നയാളുടെ സൽക്കാരം സ്വീകരിച്ച് പന്നിയിറച്ചി കഴിക്കേണ്ടി വരികയും ചെയ്തു. മരണത്തിലേക്കുള്ള യാത്ര കൂടിയായി അത് മാറി. മരണകാരണം എന്നറിഞ്ഞിട്ടും അതിനെ മറികടക്കാൻ എന്തേ ശ്രീബുദ്ധൻ ശ്രമിച്ചില്ല? രാജ്യം മുഴുവനും അനുയായികളെ കൊണ്ട് നിറഞ്ഞ ഘട്ടത്തിലാണ് ബുദ്ധൻ നിർവ്വാണം പ്രാപിക്കുന്നത്. അന്നത്തെ ഭൗതിക സാഹചര്യം തനിക്കിഷ്ടമുള്ള വിധം രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നിട്ടും ശക്തനായ രാജാവിന്റെ മകനായിട്ടും എന്തുകൊണ്ട് ശ്രീബുദ്ധൻ പ്രകൃതിയുടെ സ്വഭാവത്തിന് വഴങ്ങിക്കൊടുത്തു? സാധാരണ ബുദ്ധിക്ക് ഇതിന് എന്തു സമാധാനം നൽകാൻ സാധിക്കും? ഓം തത്സത്ത്.